എല്ലാവർക്കും സ്വാഗതം. പത്രപ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ KM റോയിയുടെ ഇരുളും വെളിച്ചവും എന്ന ലേഖന സമാഹാരത്തിൽ നിന്നും ഒരു ലേഖനം കേൾക്കാം. ലേഖനം ഏറ്റവും വിലപ്പെട്ട ജന്മദിന സമ്മാനം. ഏറ്റവും വിലപ്പെട്ട ജന്മദിന സമ്മാനം എന്താണ്? മറുപടി വ്യത്യസ്തങ്ങളായിരിക്കും. അമ്മ വാത്സല്യത്തോടെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ നൽകുന്ന മൃദുലമോഹനമായ ചുംബനമാണോ? എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുന്ന ഒന്നാം ജന്മദിനത്തിൽ കളിക്കൂട്ടിന് അച്ഛൻ സമ്മാനിക്കുന്ന വർണ്ണപ്പകിട്ടുള്ള മനോഹരമായ കളിപ്പാവയാണോ? അതോ കാമുകിയോ പ്രേയസിയോ മോതിരവിരലിൽ പ്രേമവായ്പോടെ അണിയിച്ചു കൊടുക്കുന്ന ഇന്ദ്രനീലം പതിച്ച തങ്കമോതിരമാണോ? അങ്ങനെ അന്വേഷിച്ചാൽ എത്രയെത്ര ഉത്തരങ്ങൾ കിട്ടും. അവയിൽ ഏതാണ് ശരിയുത്തരം എന്ന് കണ്ടെത്താനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം അവയിലൊന്നും ശരിയുത്തരം ഇല്ല എന്നത് തന്നെ. എന്നു മാത്രമല്ല, ഏറ്റവും വിലപ്പെട്ട ജന്മദിന സമ്മാനം ഓരോരുത്തർക്കും കിട്ടിയത് പിറന്നാൾ ആഘോഷത്തിനിടയിലുമല്ല. അപ്പോൾ ആദ്യം കിട്ടിയ സമ്മാനം തന്നെയാണ് അമൂല്യമായ ജന്മദിന സമ്മാനം. ആ സമ്മാനം ഈ ഭൂമിയിൽ ജനിച്ചു വീണ ആ ദിവസം, ആ നിമിഷം തന്നെ നമുക്കോരോരുത്തർക്കും കിട്ടിയതാണ്. ഈശ്വരൻ നൽകിയ സമ്മാനം. ആ സമ്മാനം ഈ ലോകം തന്നെയാണ്. നമുക്കോരോരുത്തർക്കും ഈ ഭൂമിയിൽ ജീവിതം നൽകിയ ഈശ്വരൻ തന്ന ആ സമ്മാനം ഈ ലോകം തന്നെയാണ്. നാം ജീവിക്കുന്ന ഈ ലോകം നമുക്കോരോരുത്തർക്കും സൃഷ്ടാവായ ദൈവം സമ്മാനമായി തരികയായിരുന്നു. ജീവിതവും ഈ ലോകവുമെന്ന ആ സമ്മാനത്തിൻ്റെ യഥാർത്ഥ വില മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ കാര്യം. അതുകൊണ്ട് തന്നെ പലരും ഈ ലോകത്തിൽ ജീവിച്ചു കഴിയുന്നതിന് മുമ്പ് തന്നെ മരണത്തിൻ്റെ മുമ്പിൽ എത്തിച്ചേരുന്നു. അധികം പേരും പൂർണ്ണമായും ജനിച്ചു കഴിയുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോകുന്നു എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ചിന്തകനായ എറി ഫാം കുറിച്ചിട്ടിരിക്കുന്നതിന് കാരണവും ഇതാണ്. ഒരുപക്ഷെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിർവചനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ജീവിതത്തിനാണ്. ഓരോ ചിന്തകനും ജീവിതത്തിന് അവരുടേതായ നിർവചനങ്ങൾ നൽകിയിരിക്കുന്നു. കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും മാറ്റമനുസരിച്ച് ആ നിർവചനങ്ങൾക്കും രൂപഭേദമുണ്ടായിട്ടുണ്ട്. ചില ചിന്തകരെ സംബന്ധിച്ചിടത്തോളം ജീവിതമെന്നത് ഒരു യാത്രയാണ്. മറ്റു ചിലർക്കാകട്ടെ ജീവിതം ഒരു യുദ്ധമാണ്. വേറെ ചിലർക്ക് ജീവിതം ഒരു തീർത്ഥാടനമാണ്. ചില ചിന്തകർ ജീവിതത്തെ ഒരു ഓട്ടപ്പന്തയമായും കാണുന്നു. പക്ഷേ ഒന്നുണ്ട്, യാത്രയായാലും യുദ്ധമായാലും തീർത്ഥാടനമായാലും ഓട്ടപ്പന്തയമായാലും ആർക്കും അതിൻ്റെ അവസാന സ്ഥലത്ത് എത്തിയേ മതിയാകൂ. അത് അവസാനിക്കുന്ന അവസാനത്തെ ബിന്ദുവിൽ. യാത്രയാണെങ്കിൽ അത് പൂർത്തിയാക്കിയേ തീരൂ. യുദ്ധമാണെങ്കിൽ അത് ചെയ്ത് തീർത്തേ മതിയാകൂ. തീർത്ഥാടനമാണെങ്കിൽ അത് ലക്ഷ്യത്തിലെത്തിയേ തീരൂ. ഓട്ടപ്പന്തയമാണെങ്കിൽ അത് ജയിച്ചേ മതിയാകൂ. സാധാരണ യാത്രയായാലും തീർത്ഥയാത്രയായാലും അത് മലമുകളിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ്. ഒരുതരം പർവ്വതാരോഹണം. ആ യാത്രക്കിടയിൽ കൂടെ കൂടെ പർവ്വത ശിഖരത്തിലേക്ക് നോക്കേണ്ടതുണ്ട്. കാരണം ആ യാത്രയുടെ അന്തിമ ലക്ഷ്യം ആ പർവ്വത ശിഖരത്തിലെത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യം മനസ്സിൽ നിന്ന് ഒരിക്കലും, അല്ലെങ്കിൽ ഒരു നിമിഷം പോലും മാഞ്ഞു പോകാൻ പാടില്ല. പക്ഷേ കയറ്റത്തിനിടയിൽ മലയുടെ ഓരോ തട്ടിലും എത്തുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകൾ സൂക്ഷ്മതയോടെ മനസ്സിലേക്ക് പകർത്തേണ്ടതുണ്ട്. ആ കാഴ്ചകൾ നമുക്ക് ഏറെ പാഠങ്ങൾ പറഞ്ഞു തരുന്നു. വളരെ സാവധാനം എന്നാൽ ചിട്ടയോടെയും നടത്തേണ്ട കയറ്റം. കടന്നുപോകുന്ന ഓരോ നിമിഷത്തിൻ്റെയും വില മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള കയറ്റം. ഒടുവിൽ മലയുടെ മുനയിൽ അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ബോധ്യമാകും ഈ യാത്രയുടെ സംതൃപ്തിജനകമായ ആഹ്ലാദകരമായ പരിസമാപ്തിയായെന്ന്. പക്ഷേ ഈ യാത്ര അല്ലെങ്കിൽ തീർത്ഥയാത്ര എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടത്? ഈ ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് അതിന് ഉത്തരം കണ്ടെത്തിയ ഒരു ചിന്തകനാണ് ഏലി വീസൽ.
എവിടെ നിന്നാണ് ഞാൻ ഈ യാത്ര തുടങ്ങേണ്ടത്? ലോകമെന്നത് വളരെ വിസ്തൃതമായ ഒന്നാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ സ്വന്തം രാജ്യത്ത് നിന്ന് ഈ യാത്ര തുടങ്ങാം. പക്ഷേ എൻ്റെ രാജ്യവും വളരെ വലുതാണല്ലോ. അതുകൊണ്ട് എൻ്റെ പട്ടണത്തിൽ നിന്നാകാം ഈ യാത്രയുടെ തുടക്കം. പക്ഷേ എൻ്റെ പട്ടണവും വളരെ വലുതാണല്ലോ. അതുകൊണ്ട് എൻ്റെ തെരുവിൽ നിന്ന് യാത്ര തുടങ്ങുന്നതാവും നല്ലത്. വേണ്ട, എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാവാം. അല്ലെങ്കിൽ അതും വേണ്ട, എൻ്റെ കുടുംബത്തിൽ നിന്നാകാം. അതെല്ലാം പോകട്ടെ. വിജയം വരിക്കണമെങ്കിൽ ഈ യാത്രയുടെ തുടക്കം എന്നിൽ നിന്ന് തന്നെ ആവട്ടെ. വീസലിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഒരു കുശവൻ്റെ ചൂളയിൽ മെനഞ്ഞെടുക്കുന്ന മൺപാത്രം പോലെ നാം ഓരോരുത്തരും മെനഞ്ഞെടുക്കുന്ന ഒന്നാണ് നമ്മുടെ ജീവിതം. അല്ലെങ്കിൽ നാം തന്നെ മെനഞ്ഞെടുക്കേണ്ടതാണ് സ്വന്തം ജീവിതം. ആ സ്വന്തം ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കുന്നവർക്കേ അത് സാധ്യമാകൂ. നിങ്ങൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളായി തീരുമ്പോഴേ ഓരോ ദിവസത്തെയും നിങ്ങളുടെ ജീവിതം ജീവിച്ചു തീർക്കാനാവൂ. അജ്ഞാതനായ ഒരു തത്വജ്ഞാനി കുറിച്ചിട്ടത് ഇങ്ങനെയാണ്: ഈ ഭൂമിയിലെ ജീവിതം ജീവിച്ചു തീർന്നതിന് ശേഷം സ്രഷ്ടാവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനായ ഒരു മിശിഹ ആകാൻ ഭൂമിയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നായിരിക്കുകയില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളായി ജീവിക്കാൻ കഴിഞ്ഞില്ല എന്നായിരിക്കും ദൈവം നിങ്ങളോട് ചോദിക്കുക. ആ ചോദ്യത്തിന് ഈ ഭൂമിയിൽ വച്ച് ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് മാത്രം. ഇതോടെ ഇന്നത്തെ ഓഡിയോ പൂർണ്ണമാകുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. നന്ദി, നമസ്കാരം.